أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. നാടുകളിലെ നാട്ടുകാർ നിശാവേളയിൽ നിദ്രയിലായിരിക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെക്കുറിച്ച് അവർ നിർഭയരാണെന്നോ? أَوَأَمِنَ أَهْلُ الْقُرَىٰ أَن يَأْتِيَهُم بَأْسُنَا ضُحًى وَهُمْ يَلْعَبُونَ. അല്ലെങ്കിൽ നാട്ടുകാർ പകൽവേളയിൽ വിനോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബലിഷ്ഠഹസ്തങ്ങൾ വന്നു പതിക്കുകയില്ലെന്ന് വിശ്വസിച്ചുവോ? أَفَأَمِنُوا مَكْرَ اللَّهِ فَلَا يَأْمَنُ مَكْرَ اللَّهِ إِلَّا الْقَوْمُ الْخَاسِرُونَ. ഇക്കൂട്ടർ അല്ലാഹുവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിർഭയരാണെന്നോ? എന്നാൽ നശിക്കാനുള്ള ജനം മാത്രമേ അല്ലാഹുവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിർഭയരാവുകയുള്ളൂ. മക്ർ എന്ന പദമാണ് തന്ത്രം എന്ന് പരിഭാഷപ്പെടുത്തിയത്. രഹസ്യോപായം, ഗൂഢതന്ത്രം എന്നൊക്കെയാണിതിനർത്ഥം. തനിക്കൊരു വിപത്ത് വരാൻ പോകുന്നുവെന്ന ഒരു ധാരണയുമില്ലാതെ എല്ലാം ശുഭമെന്ന് നനച്ചിരിക്കുന്ന ഒരാളുടെ മേൽ നിർണായകമായ പ്രഹരമേൽപ്പിക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനാണ് മക്ർ എന്ന് പ്രയോഗിക്കുന്നത്. أَوَلَمْ يَهْدِ لِلَّذِينَ يَرِثُونَ الْأَرْضَ مِنْ بَعْدِ أَهْلِهَا أَنْ لَوْ نَشَاءُ أَصَبْنَاهُمْ بِذُنُوبِهِمْ وَنَطْبَعُ عَلَى قُلُوبِهِمْ فَهُمْ لَا يَسْمَعُونَ. പൂർവനിവാസികൾക്ക് ശേഷം ഭൂമിയുടെ അനന്തരാവകാശികളാകുന്നവർ നാം ഇച്ഛിക്കുന്നുവെങ്കിൽ പാപങ്ങളുടെ പേരിൽ അവരെ ശിക്ഷിക്കുമെന്നുള്ള പാഠം ഈ സംഭവത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? പക്ഷേ അവരക്കാര്യത്തിൽ അശ്രദ്ധരാകുന്നു. നാമോ അവരുടെ ഹൃദയങ്ങൾ അടച്ചു മുദ്രവെക്കുന്നു, പിന്നെ യാതൊന്നും കേൾക്കുന്നില്ല. അതായത് നിലം പതിച്ച സമുദായത്തിന്റെ സ്ഥാനത്ത് ഉയർന്നുവന്ന സമുദായത്തിന് മുൻഗാമികളുടെ പതനത്തിൽ തികഞ്ഞ മാതൃകയും മാർഗദർശനവുമുണ്ട്. തങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥാനത്ത് സുഖഭോഗത്തിൽ വിഹരിച്ചവരും പ്രതാപത്തിന്റെ വെന്നിക്കൊടി പറത്തിയവരുമായ സമുദായത്തെ നശിപ്പിച്ചത് അവരുടെ ചിന്താകർമ്മങ്ങളിലുള്ള ഏതെല്ലാം അബദ്ധങ്ങളായിരുന്നുവെന്ന് അല്പമാലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇന്നലെ അവരെ പിടികൂടുകയും പുറന്തള്ളുകയും ചെയ്ത സർവാധിപതിക്ക് ഇന്ന് ഇവരെയും പിടിച്ചു പുറത്താക്കാൻ ഒരു പ്രയാസവുമില്ല. ആ പരമാധികാരിയുടെ കഴിവും ശക്തിയും ആരും കവർന്നെടുത്തിട്ടില്ല. മുൻഗാമികളുടെ അബദ്ധം ആവർത്തിക്കുന്ന പക്ഷം അവരോട് ചെയ്തതുതന്നെ ഇവരോടും ചെയ്യുമെന്ന് അവർക്ക് ചിന്തിക്കാമായിരുന്നു. ചരിത്രത്തിൽ നിന്നും പുരാവസ്തു നിരീക്ഷണത്തിൽ നിന്നും പാഠം പഠിക്കാതെ ആത്മവിസ്മൃതിയിൽ കഴിയുന്നവർക്ക് ചിന്തിച്ച് കാര്യം ഗ്രഹിക്കാനോ ദേവദൂതന്റെ സന്ദേശം ശ്രദ്ധിക്കാനോ അനുഗ്രഹം ലഭിക്കുന്നതല്ല. സ്വയം കണ്ണടച്ചവന്റെ ദൃഷ്ടിപഥത്തിലേക്ക് സൂര്യപ്രകാശം എത്തുകയില്ലെന്നതാണ് ദൈവത്തിന്റെ പ്രകൃതി നിയമം. കേൾക്കാൻ ആഗ്രഹിക്കാത്തവനെ ആർക്കും കേൾപ്പിക്കാൻ സാധിക്കുന്നതുമല്ല. تِلْكَ الْقُرَى نَقُصُّ عَلَيْكَ مِنْ أَنْبَائِهَا وَلَقَدْ جَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ فَمَا كَانُوا لِيُؤْمِنُوا بِمَا كَذَّبُوا مِنْ قَبْلُ كَذَلِكَ يَطْبَعُ اللَّهُ عَلَى قُلُوبِ الْكَافِرِينَ. ആ നാടുകൾ നോക്കൂ, അതിന്റെ ചില കഥകൾ നാം താങ്കൾക്ക് പറഞ്ഞു തരുന്നു. അവരുടെ ദേവദൂതന്മാർ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായി അവരിൽ ആഗതരായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഒരിക്കൽ നിഷേധിച്ചു കഴിഞ്ഞ വസ്തുതയെ പിന്നീട് അംഗീകരിക്കുന്നവരായിരുന്നില്ല. നോക്കുക, ഇவ்விധം നാം നിഷേധികളുടെ മനസ്സുകളെ അടച്ചു മുദ്രവെക്കുന്നു. മുൻസൂക്തത്തിൽ നാം അവരുടെ ഹൃദയങ്ങൾ അടച്ചു മുദ്രവെക്കുന്നു, പിന്നീടവർ ഒന്നും കേൾക്കുന്നില്ല എന്നു പറഞ്ഞതിനെ വിശദീകരിക്കുകയാണിവിടെ. ഈ വിശദീകരണം കൊണ്ട് ഒരു കാര്യം വ്യക്തമാകുന്നു. ഒരു പ്രത്യേക മാനസികാവസ്ഥയെയാണ് ഹൃദയങ്ങൾ മുദ്രവെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്ധമായ പക്ഷപാതത്തിനോ സ്വാർത്ഥ താൽപര്യങ്ങൾക്കോ വിധേയമായി ഒരിക്കൽ സത്യത്തിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ മനുഷ്യൻ ദുശ്ശാഠ്യത്തിലും അധർമ്മത്തിലും തന്നെ ആണ്ടുപോകുന്ന അവസ്ഥയാണിത്.
പിന്നീട് അവന്റെ ഹൃദയ കവാടം സത്യത്തിനു വേണ്ടി തുറപ്പിക്കാൻ ഒരു തെളിവും നിരീക്ഷണ പാഠവും അനുഭവജ്ഞാനവും പര്യാപ്തമാവുന്നതല്ല. وما وجدنا لأكثرهم من عهد وإن وجدنا أكثرهم لفاسقين. അവരിലധിക പേരിലും നാം കരാറിനോടുള്ള പ്രതിബദ്ധത കണ്ടില്ല. എന്നല്ല, ധിക്കാരികളായിട്ടാകുന്നു അവരിലധികം ആളുകളെയും നാം കണ്ടിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഉടമ്പടിയും പാലിക്കുന്ന സ്വഭാവം അവരിൽ കണ്ടില്ലെന്നർത്ഥം. ഓരോ മനുഷ്യനും ജന്മനാ ദൈവത്തിന്റെ സൃഷ്ടിയും ദാസനുമെന്ന നിലയിൽ ചെയ്തിട്ടുള്ള നൈസർഗികമായ ഉടമ്പടി, മാനവ കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിൽ ഓരോ വ്യക്തിയും സമൂഹത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി, മനുഷ്യൻ ആപദ്ഘട്ടങ്ങളിലോ അനുഗ്രഹലബ്ധിയിലോ ദൈവവുമായി ചെയ്യുന്ന വ്യക്തിപരമായ ഉടമ്പടി, ഇങ്ങനെ ഒരു ഉടമ്പടിയും അവർ മാനിച്ചില്ല. ഈ 3 തരം ഉടമ്പടികളുടെ ലംഘനത്തെയാണിവിടെ ഫിസ്ഖ് അഥവാ ധിക്കാരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين. പിന്നീട് പ്രസ്തുത ജനതകൾക്ക് ശേഷം നാം മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔന്റെയും അവന്റെ ജനനായകന്മാരുടെയും അടുക്കലേക്ക് അയച്ചു. പക്ഷേ അവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അനീതി ചെയ്തു. ആ നാശകാരികൾക്കുണ്ടായ പര്യവസാനം എന്തായിരുന്നുവെന്ന് നോക്കുക. ദൈവസന്ദേശം എത്തിക്കഴിഞ്ഞ ഒരു ജനത അത് നിഷേധിക്കുകയാണെങ്കിൽ അവരെ നശിപ്പിക്കാതെ വിടുകയില്ല എന്ന് ധരിപ്പിക്കുകയായിരുന്നു നേരത്തെ ഏതാനും ചരിത്രകഥകൾ ഉദ്ധരിച്ചതിന്റെ ഉദ്ദേശ്യം. ഇനി അങ്ങോട്ട് മൂസാ നബിയുടെയും ഫറവോന്റെയും ഇസ്രായേല്യരുടെയും കഥ ഒട്ടേറെ ഖണ്ഡികകളിലായി തുടരെ പരാമർശിക്കുകയാണ്. അതിൽ ഖുറൈശികളിലെ അവിശ്വാസികൾക്കും ജൂതന്മാർക്കും സത്യവിശ്വാസികൾക്കും ശ്രദ്ധേയമായ മറ്റു ചില പാഠങ്ങൾ കൂടിയുണ്ട്. സത്യാസത്യ ശക്തികൾ തമ്മിൽ സത്യപ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിലുള്ള ഏറ്റക്കുറവ് കണ്ട് വഞ്ചിതരാവരുതെന്ന പാഠമാണ് ഈ കഥയിലൂടെ ഖുറൈശി തലവന്മാർക്ക് അല്ലാഹു നൽകുന്നത്. സ്വസമുദായത്തിലെന്നല്ല, ലോകത്തിൽ തന്നെ ഒറ്റ വ്യക്തിയെന്ന ന്യൂനപക്ഷത്തിൽ നിന്നാണ് സത്യം ആരംഭിക്കുന്നത്. എന്നിട്ടത് വലിയ വലിയ സമുദായങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും പ്രബലമായ പിന്തുണയുള്ള അസത്യത്തിനെതിരെ ഒരു വിഭവശേഷിയുമില്ലാതെ സമരപ്രഖ്യാപനം നടത്തുന്നു. ഒടുവിൽ സത്യം തന്നെ വിജയം വരിക്കുകയും ചെയ്യുന്നു. സത്യത്തിന്റെ ചരിത്രമുടനീളം ഇതിന് സാക്ഷിയാണ്. സത്യപ്രബോധകനെതിരെ നടത്തുന്ന ഗൂഢാലോചനകളും സത്യപ്രബോധനത്തെ അടിച്ചമർത്താനായി സ്വീകരിക്കുന്ന കുതന്ത്രങ്ങളും എങ്ങനെയെല്ലാം തിരിച്ചടിക്ക് വിധേയമാകുമെന്നും ഈ കഥയിലൂടെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. സത്യനിഷേധികളെ സംഹരിക്കാൻ അന്തിമ തീരുമാനമെടുക്കും മുമ്പായി അവർക്ക് തെറ്റുതിരുത്തി തിരിച്ചുവരാൻ നീണ്ട ഒരവധി നൽകപ്പെടുന്നു. അവസാനം ഒരു തരത്തിലുമുള്ള താക്കീതും അനുഭവ പാഠങ്ങളും പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും ഫലം ചെയ്യുന്നില്ലെന്ന് വരുമ്പോഴാണ് മാതൃകാപരമായി അന്തിമ ശിക്ഷ നൽകുന്നതെന്നും ഇതേ കഥ സത്യനിഷേധികളെ പഠിപ്പിക്കുന്നു. നബി തിരുമേനിയുടെ ദൗത്യത്തിൽ വിശ്വസിച്ചവർക്ക് ഈ കഥ 2 വിധത്തിലുള്ള പാഠമാണ് നൽകുന്നത്. ശക്തിയിലും സംഖ്യാബലത്തിലും നിങ്ങൾക്കുള്ള കുറവും സത്യനിഷേധികളുടെ മികവും നിങ്ങളുടെ കരളുറപ്പ് നഷ്ടപ്പെടുത്തരുത്. ദൈവസഹായമെത്താൻ കാലതാമസം വരുമ്പോൾ മനസ്സ് തളർന്നു പോവുകയുമരുത്. ഇതാണൊരു പാഠം. സത്യവിശ്വാസം അവലംബിച്ച ഒരു ജനവിഭാഗം ജൂതന്മാരുടെ നയം സ്വീകരിക്കുന്ന പക്ഷം ജൂതന്മാരെപ്പോലെ ദൈവകോപത്തിന് ഇരയായിത്തീരുമെന്നതാണ് മറ്റൊരു പാഠം. ഇസ്രായേലിയരെയാകട്ടെ സ്വന്തം ചരിത്രപാഠങ്ങൾ ഉദ്ധരിച്ച് അസത്യ സേവനത്തിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് താക്കീത് ചെയ്യുന്നു. പൂർവ്വപ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യദീനിനെ എല്ലാ കലർപ്പുകളിൽ നിന്നും സംശുദ്ധമാക്കി തനത് രൂപത്തിൽ പുനഃപ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുന്ന നബി തിരുമേനിയിൽ വിശ്വസിക്കാൻ അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ദൃഷ്ടാന്തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചു എന്നാൽ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതെ മായാജാലമെന്ന് മുദ്രകുത്തി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുവെന്നർത്ഥം. മായാശക്തി കൊണ്ട് അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിക്കാമെന്ന് ബുദ്ധിയുള്ള ഒരാൾക്കും ഊഹിക്കാൻ പോലും സാധ്യമല്ല. മഹാമാന്ത്രിക വിദഗ്ധന്മാർ പോലും പറഞ്ഞിട്ടുള്ളത് അതെല്ലാം മാന്ത്രിക കലയ്ക്കതീതമാണെന്നാണ്. അങ്ങനെയുള്ള ദിവ്യ ദൃഷ്ടാന്തങ്ങളെ മന്ത്രമെന്നും മാരണമെന്നും മുദ്രകുത്തുന്നത് ആ ദൃഷ്ടാന്തങ്ങളോട് മാത്രമല്ല, സാമാന്യ ബുദ്ധിയോടും സത്യസന്ധതയോടുമുള്ള കടുത്ത അനീതിയാണ്.
وقال موسى يا فرعون إني رسول من رب العالمين. മൂസ പറഞ്ഞു, അല്ലയോ ഫിർഔൻ, ജഗന്നിയന്താവിങ്കൽ നിന്ന് ദൂതനായി വന്നവനാകുന്നു ഞാൻ. ഫിർഔൻ എന്ന വാക്കിനർത്ഥം സൂര്യവംശമെന്നാണ്. പുരാതന ഈജിപ്തുകാർ പരമേശ്വരനായി ആരാധിച്ചു വന്ന സൂര്യനെ റ എന്നാണ് വിളിച്ചിരുന്നത്. റയിനോട് ബന്ധപ്പെടുത്തിയാണ് ഫിർഔൻ അഥവാ ഫറവോൻ എന്ന പ്രയോഗം. പൗരാണിക ഈജിപ്തുകാരുടെ വിശ്വാസപ്രകാരം ഒരാൾ ഭരണാധികാരിയാകാനുള്ള യോഗ്യത ഭൂമിയിൽ റയിന്റെ അവതാരവും പ്രതിനിധിയും ആയിരിക്കുക മാത്രമായിരുന്നു. അതിനാൽ ഈജിപ്തിന്റെ ഭരണാധികാരികളെല്ലാം സൂര്യവംശമെന്ന് സ്വയം വിശേഷിപ്പിച്ചു പോന്നു. എല്ലാ ഭരണാധികാരികളും ഫിർഔൻ എന്ന സ്ഥാനപ്പേരണിഞ്ഞ് താനാണ് ഈജിപ്തുകാരുടെ അത്യുന്നതനായ റബ്ബ് എന്ന് ദൃഢമായി അവകാശപ്പെട്ടിരുന്നു. ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ മൂസാ നബിയുടെ കഥയോടനുബന്ധിച്ച് 2 ഫിർഔന്മാരെക്കുറിച്ചുള്ള പ്രസ്താവം വന്നിട്ടുണ്ട്. ഒന്ന്, മൂസാ നബിയുടെ ജനനകാലത്ത് അധികാരം വാണിരുന്ന ഫിർഔൻ. ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി വളർന്നത്. മൂസായുടെ ദൗത്യകാലത്തെ ഭരണാധിപനാണ് 2ാമത്തെ ഫിർഔൻ. ഇയാളുടെ മുമ്പിലാണ് ഇസ്ലാമിന്റെ പ്രബോധനവും ഇസ്രായേല്യരുടെ വിമോചനാവശ്യവുമായി മൂസാ നബി ചെന്നത്. അവസാനം ചെങ്കടലിൽ മുങ്ങി മരിച്ചതും ഈ ഫിർഔൻ തന്നെ. 1ാമത്തെ ഫിർഔൻ റംസീസ് 2ാമനായിരുന്നുവെന്നാണ് ആധുനിക ചരിത്ര ഗവേഷകന്മാരുടെ പൊതുവായ അഭിപ്രായം. BC 1292 1225 ഇടയിലായിരുന്നു ഇയാളുടെ ഭരണകാലം. മുൻഫത്ത ആയിരുന്നു 2ാമത്തെ ഫിർഔൻ. പിതാവായ റംസീസ് 2ാമന്റെ ജീവിതകാലത്തുതന്നെ ഇദ്ദേഹം ഭരണത്തിൽ പങ്കാളിയായിരുന്നു. പിതാവിന്റെ മരണാനന്തരം രാജാവാകുകയും ചെയ്തു. എന്നാൽ ഈ ചരിത്രാനുമാനം പ്രത്യക്ഷത്തിൽ സംശയാസ്പദമായി തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലി കണക്കുപ്രകാരം BC 1272 മൂസായുടെ ചരമം. ചരിത്ര നിഗമനം മാത്രമാണിതെല്ലാം. ഈജിപ്ത്, ഇസ്രായേൽ, ക്രൈസ്തവ പഞ്ചാംഗങ്ങൾ സംയോജിപ്പിച്ച് തികച്ചും കൃത്യമായ കാലഗണന ദുഷ്കരമാകുന്നു. حقيق على ألا أقول على الله إلا الحق قد جئتكم ببينة من ربكم فأرسل معي بني إسرائيل. അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തതൊന്നും പറയാതിരിക്കുക എന്നത് എന്റെ ബാധ്യതയാകുന്നു. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സുവ്യക്തമായ നിയമന തെളിവുമായിട്ടാകുന്നു ഞാൻ വന്നിട്ടുള്ളത്. അതിനാൽ ഇസ്രായേൽ വംശത്തെ നീ എന്നോടൊപ്പം വിട്ടയക്കേണം. 2 പ്രധാന ദൗത്യവുമായാണ് ഫറവോന്റെ മുമ്പിലേക്ക് മൂസാ നബി അയക്കപ്പെട്ടിരുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ അടിമത്തം അഥവാ ഇസ്ലാം അംഗീകരിക്കാനുള്ള ക്ഷണം. 2, ആദ്യമേ മുസ്ലിങ്ങളായിരുന്ന ഇസ്രായേൽ സമുദായത്തെ ഫറവോന്റെ മർദ്ദനമുഷ്ടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആഹ്വാനം. വിശുദ്ധ ഖുർആൻ ചിലയിടത്ത് ഈ 2 കാര്യങ്ങൾ ഒന്നിച്ചും ചിലയിടത്ത് സന്ദർഭോചിതം അതിലൊന്നു മാത്രവും പ്രസ്താവിച്ചിട്ടുണ്ട്. أفأمن أهل القرى أن يأتيهم بأسنا بياتا